വെൽക്കം ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ആർജറിയുമാണ്. ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് ദി ഗ്രാൻഡ് മാസ്റ്റർ, ദി ലിവിംഗ് എൻസൈക്ലോപീഡിയ GS പ്രദീപ് സാറാണ്. സർ, വെൽക്കം ടു SK ഹോട്ട്സ്പോട്ട്. നമസ്തേ. GS പ്രദീപ് എന്ന ഈ ഒരു ലെജൻഡിനെ എന്തെങ്കിലും ലൈഫിൽ നേരിട്ട് കാണുകയാണെങ്കിൽ ആദ്യം ചോദിക്കണമെന്ന് മനസ്സിൽ കരുതിയിരുന്ന ആ ഒരു കാര്യം തന്നെ ഞാനൊന്ന് ചോദിക്കുകയാണ്. സർ, എവിടുന്നാണ് ഇത്രയും ഓർമ്മശക്തി, ഇത്രയും കാര്യങ്ങൾ എങ്ങനെ ഓർത്തിരിക്കുന്നു? ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ NCC ഉണ്ടായിരുന്നു. അപ്പോൾ 8th സ്റ്റാൻഡേർഡ് 9th സ്റ്റാൻഡേർഡിലാണ് NCC ഉള്ളത്. 10th ആവുമ്പോൾ NCC ഉണ്ടാവില്ല. പരേഡ് ഡേയ്സ് എന്ന് പറയുന്നത് അന്ന് ട്യൂസ്ഡേ ഫ്രൈഡേ ഒക്കെ ആയിരുന്നു. ആഫ്റ്റർ സ്കൂൾ അവേഴ്സ് ആണല്ലോ. അപ്പോൾ ഒരു ഫ്രൈഡേയിൽ ഈ പരേഡ് കഴിഞ്ഞിട്ട് ബൈ 6:30 ഒക്കെ ആയി. ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണല്ലോ NCC സമയം. അപ്പോൾ ഒരു 6:30 ആയി, ഒന്ന് ഇരുണ്ട് തുടങ്ങി. അപ്പോൾ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് പോകുന്ന ബസ് സ്റ്റാൻഡിൻ്റെ അരികിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. തിരക്കില്ലായിരുന്നു ബസ് സ്റ്റാൻഡിൽ. അപ്പോൾ ഒരു വലിയ മരമൊക്കെ ഉണ്ട്. ആ മരത്തിൻ്റെ ചുവട്ടിലൊരു ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് റാപ്പ് ചെയ്ത ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ഈ വെഡ്ഡിങ്ങിനൊക്കെ അന്ന് സ്ഥിരം ആളുകൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ പൊതിയുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ കുട്ടിയല്ലേ, അപ്പോൾ കൗതുകം കൊണ്ട് ആ ബോക്സ് അങ്ങ് എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ബസ് സ്റ്റോപ്പിലേക്ക് ആളുകളൊക്കെ വന്നു തുടങ്ങി. എൻ്റെ ബസ് വരാറുമായി. പക്ഷേ ഈ കയ്യിലിരിക്കുന്ന ഗിഫ്റ്റ് ബോക്സ് എനിക്ക് ആവശ്യമില്ലാത്ത അൻസൈറ്റികൾ തന്നുകൊണ്ടിരുന്നു. ഇതിനകത്ത് എന്താവും, വല്ല അപകടം പിടിച്ച വസ്തുക്കളുമാണോ, ഇത് എടുക്കണ്ടായിരുന്നല്ലോ, എന്തിനാണ് ഞാനത് ചെയ്തത്, ഇനി എല്ലാവരുടെയും മുമ്പിൽ ഇതെങ്ങനെ ഇവിടെ വയ്ക്കുക. അപ്പോൾ ആളുകൾ എത്തിക്കഴിഞ്ഞു. പെട്ടെന്നൊരു ബോക്സ് അവിടെ റോഡിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കില്ലേ. ഒരു വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഈ ഗിഫ്റ്റ് ബോക്സ് കണ്ടുകൊണ്ട് തന്നെ ബസ്സിൽ കയറി വീട്ടിലേക്ക് പോയി. ഫ്രൈഡേ ആയിരുന്നു. വീട്ടിൽ പോയി ഉടൻ മുകളിലായിരുന്നു മുറിയിലെ അലമാരയിൽ ഈ ഗിഫ്റ്റ് ബോക്സ് അങ്ങ് വെച്ചു. സാറ്റർഡേ സൺഡേ സ്കൂൾ ഡേയ്സ് അല്ല. അച്ഛനും അമ്മയും അധ്യാപകരും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷനും ഒക്കെ ആയിരുന്നു. ഈ സാറ്റർഡേയും സൺഡേയും റിലേറ്റീവിൻ്റെ മാരേജ് ഉള്ളത് കാരണം അവർ ദൂരെയാണ്, അന്ന് ട്രിവാൻഡ്രത്തില്ലായിരുന്നു. അപ്പോൾ വീട്ടിലാരുമില്ല. സാറ്റർഡേ ഉച്ചയ്ക്കായിരുന്നു അത്. നല്ല ഈ കൈകളൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മുകളിലേക്ക് കയറി അലമാര തുറന്നു, ഈ ഗിഫ്റ്റ് ബോക്സ് എടുത്തു. ഈ ഗിഫ്റ്റ് ബോക്സിൻ്റെ റാപ്പർ അഴിക്കാൻ തന്നെ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. പതിയെ അഴിച്ചു. അപ്പോൾ അതിനകത്തൊരു ഹാർഡ് ബോർഡാണ്, ആ ബോക്സാണ്. അതിങ്ങനെ തുറന്നു. മുഴുവൻ ഓർമ്മശക്തിയായിരുന്നു. അങ്ങനെയാണ് ആ ഓർമ്മശക്തി കിട്ടിയത്. സാറിൻ്റെ ആ ഒരു ഒറേഷൻ, ആ ഒരു സ്റ്റൈൽ കാരണം ഇത്രയും സമയം നമ്മളത് ഇങ്ങനെ കേട്ടിരുന്നു. പക്ഷെ അവർ എന്ത് ട്വിസ്റ്റ് ചെയ്തായിരിക്കും എന്ന് വിചാരിച്ചില്ല. എന്താണെങ്കിലും ഞങ്ങൾ ഇത്രയേറെ ഇപ്പോഴും ആ ഒരു ഓർമ്മശക്തി എവിടെ നിന്ന് കിട്ടി എന്നുള്ള ചോദ്യത്തിന് അല്ലാതെ ഒരു ഗൗരവമായ ഒരു ഉത്തരം എൻ്റെ കയ്യിൽ തരാനില്ല. കാരണം റീമ, ഈ ലോകത്തിലുള്ള മറ്റാരെക്കാളും എനിക്ക് ഓർമ്മശക്തി അല്പം പോലും കൂടുതലുണ്ട് എന്ന് എനിക്ക് വിശ്വാസമില്ല. പിന്നെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, സിനിമ കാണും, ഇഷ്ടമാണ്. ചിത്രം എന്ന് പറഞ്ഞൊരു മോഹൻലാൽ അഭിനയിച്ച സിനിമ, പഴയൊരു സിനിമ കണ്ടിട്ടുണ്ടോ? ഓർമ്മയില്ലേ അത്? ഗുഡ്. ഏതാ ന്യൂസ് പേപ്പർ വായിക്കുന്നത്? ഇന്നലത്തെ മനോരമയുടെ ഫ്രണ്ട് പേജിലെ വാർത്ത എന്തായിരുന്നു? ഓർമ്മയില്ല. 20 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സിനിമ പക്ഷേ ഓർമ്മയുണ്ട്. ഇന്നലത്തെ പത്രത്തിൻ്റെ ഹെഡ്ലൈൻ ഓർമ്മയില്ല. എന്താ റീസൺ എന്ന് ചോദിച്ചാൽ, സിനിമ റീമ കാണുകയായിരുന്നില്ല. യു ആർ ക്രിയേറ്റിംഗ് എൻ ഇൻവോൾവ്മെൻറ്റ്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ മോഹൻലാൽ ചോദിക്കുമ്പോൾ റീമ അറിയാതെ കർച്ചിപ്പെടുത്ത് കണ്ണൊക്കെ തുടച്ചു. പ്രണയരംഗങ്ങളൊക്കെ വന്നപ്പോൾ നമുക്കും വരും ഒരു സമയം എന്നൊക്കെ മനസ്സിലാലോചിച്ചു. വെൻ യു ഗോട്ട് ടെൻസ്ഡ്, യു ആർ നോട്ട് സിറ്റിംഗ് ഇൻ ദ ചെയർ, യു ആർ സിറ്റിംഗ് ഓൺ ദ ചെയർ. പുറകിരിക്കുന്ന ആൾ തലയിലിട്ടടിച്ചപ്പോഴാണ് താഴ്ന്നിരുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് റീമ അറിയാതെ, തമാശയ്ക്ക് കേട്ടപ്പോൾ അടുത്തിരുന്ന ആളുടെ തൊടയിലേക്ക് അടിച്ചാൽ ചിരിച്ചത്. റീമ അറിയാതെ യു ആർ ഗെറ്റിംഗ് എൻ ഇൻവോൾവ്മെൻറ്റ് വിത്ത് കണ്ടിന്യൂസ് ഇൻവോൾവ്മെൻറ്റ് വിത്ത് ദ മൂവി. പത്രം വായിച്ചപ്പോൾ ദാറ്റ് മീൻസ് ഇൻ ദ വേൾഡ് ഓഫ് മെമ്മറി ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും വലിയ സാങ്കേതിക പദം TCDI എന്നതാണ്. ടോട്ടൽ ആൻഡ് കണ്ടിന്യൂസ് ഡെഡിക്കേറ്റഡ് ഇൻവോൾവ്മെൻറ്റ്. പൂർണ്ണവും നിരന്തരവുമായ ആത്മാർപ്പണത്തോടെയുള്ള ലയനം എന്നത്. അത് സാധ്യമാകുമ്പോൾ നമ്മളൊന്നും മറക്കില്ല. അത് ഏത് മനുഷ്യൻ. സപ്പോസ്
എൻ്റെ അമ്മ മരിച്ചത് എൻ്റെ 5ാമത്തെ വയസ്സിലാണ് എന്ന് കരുതൂ. എനിക്കിപ്പോൾ 90 വയസ്സായി എന്നും കരുതൂ. റീമയ്ക്ക് അറിയാം എനിക്കിപ്പോൾ ബിറ്റ്വീൻ 25 and 30 ആയേ ഉള്ളൂ എന്നറിയാം. എങ്കിലും 90 എന്ന് കരുതൂ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ കണ്ടിട്ട് ഇപ്പോൾ എത്ര വർഷമാവും? 85 years. ഞാൻ എൻ്റെ അമ്മയുടെ പേര് മറക്കോ? റീമയാണെങ്കിൽ മറക്കോ? ഇല്ല. പക്ഷേ ഇന്നലത്തെ പത്രത്തിൽ വായിച്ച ചിലിയൻ ലീഡർ മിഷേല ബാഷേലിൻ്റെ പേര് നമ്മൾ ഇന്ന് മറക്കും. കാരണം ആദ്യത്തേത് നമുക്കൊരു IE അഥവാ ഇൻവോൾവ്ഡ് ഇമോഷനാണ്. മറ്റേതൊരു സൂപ്പർഫിഷ്യൽ ഇൻഫർമേഷൻ. ഇഫ് യു ആർ റെഡി ടു കൺവേർട്ട് ഓൾ ദ ഇൻഫർമേഷൻ ഇൻ ടു ഇമോഷൻസ്, യു വിൽ നെവർ ഫർഗെറ്റ് തിങ്സ്. അല്ലേ? അത് തന്നെയാണ് സാറിന്റെ എല്ലാത്തിലേക്കും പൂർണ്ണമായ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ലയിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഏറ്റവും പ്രധാന ഘടകവും അവൻ്റെ ഇൻവോൾവ്മെന്റ് ആണ്. സാർ, നമ്മളിപ്പോൾ കേരളത്തിലെ ഏറ്റവും പുതിയ റേഡിയോ സ്റ്റേഷനിൽ ഇന്റർവ്യൂവിന് സാർ വന്നിരിക്കുമ്പോൾ സാറിനെ GS പ്രദീപ് എന്ന് പറഞ്ഞ ഒരാൾക്ക് ഏറ്റവും അധികം ഫാൻ ബേസ് കിട്ടിയത് നമുക്ക് ഓൾ ഇന്ത്യ റേഡിയോയിലെ ഒരു റേഡിയോ പ്രോഗ്രാമിലോടുകൂടി തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള റേഡിയോയിൽ നിന്നും സത്യം പറഞ്ഞ ഒരു ഫെയിമിലേക്ക് എത്തിയ വളർന്നു വന്ന ഒരാൾ ഇപ്പോൾ വീണ്ടും നമ്മുടെ ഒരു റേഡിയോ സ്റ്റേഷൻ്റെ കൂടെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു റേഡിയോയുമായിട്ടുള്ള ഒരു ബന്ധം അതെങ്ങനെയാണ്? അന്ന് ഇതുപോലെ ഫ്രീക്വൻസി മോഡുലേഷൻ റേഡിയോകളൊന്നും ഇല്ലാത്തൊരു കാലമാണ്. ഓൾ ഇന്ത്യ റേഡിയോ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 89.6 FM കാതോരം കരുതലോടെ കാലത്തിനൊപ്പം എന്നൊക്കെ പറയാനുള്ള ടാഗ് ലൈൻസ് ഫ്രീക്വൻസി മോഡുലേഷൻ റേഡിയോസും ഒക്കെ ഉണ്ട്. ഞാൻ എൻ്റെ 15ാമത്തെ വയസ്സിലാണ് റേഡിയോയിൽ പ്രോഗ്രാം ചെയ്തത്, അല്ലെങ്കിൽ മാധ്യമ രംഗത്തേക്ക് കിടക്കുന്നത്. ഇന്നത്തെ പോലെ +1 +2 അങ്ങനെയൊന്നുമില്ല, പ്രീ ഡിഗ്രി ആണ്. ആ കാലഘട്ടത്തിൽ ആകാശവാണിയിൽ ഒരു പരിപാടി അവതരിപ്പിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് എന്നൊക്കെ പറയാമോ എന്നറിയില്ല. കാരണം പിന്നീടുള്ള ലോകവും കാലവും ദൃശ്യങ്ങളുടേതായപ്പോൾ സ്വാഭാവികമായും അശ്വമേധമായിരുന്നു മറ്റൊന്ന്. പക്ഷെ റേഡിയോ ശ്രോതാക്കളുടെ ഇടയിൽ ആ പ്രായത്തിൽ കുറച്ച് ശ്രോതാക്കൾ ഉണ്ടായിരുന്നു. കുറച്ചല്ല, ഏറെക്കുറെ മോശമില്ലാത്തൊരു ശ്രോതൃപക്ഷം. അതെ, അത് ചെയ്തിരുന്ന പ്രോഗ്രാം പക്ഷെ അന്ന് പറ്റുമായിരുന്നുവെങ്കിലും ഇന്നത്തെ കാലത്ത് അതിനുള്ള കഴിവൊന്നും എനിക്കുണ്ടെന്നൊരു വിശ്വാസമില്ല. അത് ഈ മലയാളത്തിൽ ഇങ്ങനെ ആകസ്മികമായി ലഭിക്കുന്ന ഒരു വിഷയം കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കാതെ, മുക്കാതെ, മൂളാതെ, പിറയ്ക്കാതെ, വിറങ്ങലിക്കാതെ, വളരെ വേഗതയിൽ അവതരണ പിശകോ ആവർത്തന വിരസതയോ വ്യാകരണ തെറ്റോ ആംഗലേയ പദങ്ങളോ ഇല്ലാതെ വൈയക്തികാനുഭവങ്ങളുടെ ആഴക്കയങ്ങളിലേക്ക് മുങ്ങി കൈക്കുടന്തെങ്കിലും മുത്തുകൾ വാരി സുചേതസ്സുകളാക്കി മാറ്റി ആകസ്മികമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാചാലത വൈഭവ നിർണയ പരിപാടിയാണെന്ന് കോട്ടയത്തെ KE സ്കൂളിലെ മനോഹരമായ സർഗക്ഷേത്ര എന്ന ശ്രാവ്യ പരിപാടിയുടെ മാധ്യമ പ്രതിഭയായിരിക്കുന്ന റീമയോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇങ്ങനെ പോകുന്നൊരു പരിപാടിയായിരുന്നു. ബ്യൂട്ടിഫുൾ. അന്നത് നന്നായി ചെയ്യുമായിരുന്നു. അതാണ് റേഡിയോ അനുഭവം. പക്ഷെ അതിനേക്കാൾ ഉപരി റേഡിയോ എന്ന വാക്കിന് വളരെ വലിയൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. റീമയടക്കമുള്ള ഈ നവതലമുറയിൽ മലയാള ഭാഷയിൽ ശ്രവ്യമാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് വാൾട്ടർ കോഫ്മാൻ എന്നൊരാളിനെ കുറിച്ചാണ്. കേട്ടിട്ടുണ്ടോ? അയാൾ ചെക്കോസ്ലോവാക്യക്കാരനായ ഒരു ജൂതനായിരുന്നു വാൾട്ടർ കോഫ്മാൻ. 1930കളുടെ പകുതിയിൽ കോഫ്മാൻ രാജ്യം വിട്ട് പലായനം ചെയ്തു. കാരണം 1930കൾ എന്നത് അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ കാലമാണ്. ലോകമാസകലമുള്ള സ്വപ്നം കാണുന്നവരെ, ജൂതന്മാരെ, തൊഴിലാളികളെ, കമ്മ്യൂണിസ്റ്റുകളെ ഒക്കെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ എന്ന ഫാസിസ്റ്റ് ഏകാധിപതി കോൺസെൻട്രേഷൻ ക്യാമ്പുകളും ഹോളോകാസ്റ്റുകളും വഴി മനുഷ്യകുലം മുഴുവൻ മുച്ചൂടും മുടിച്ചുകൊണ്ടിരുന്ന കാലത്ത്, അന്ധമായ ജൂതവിരോധം കാരണം ജൂത സമൂഹം മുഴുവൻ വേട്ടയാടപ്പെട്ട കാലത്ത് ചെക്കോസ്ലോവാക്യയിൽ നിന്നും വാൾട്ടർ കോഫ്മാൻ എന്ന ജൂതൻ ഓടിയെത്തിയത് ഇന്ത്യയിലാണ്. 1936 മുതൽ പിന്നീട് 10-16 വർഷം ഇന്ത്യയിൽ ജീവിച്ചു, 14 വർഷം ഇന്ത്യയിൽ ജീവിച്ചു. എല്ലാവർക്കും ചില താല്പര്യങ്ങൾ, വിശിഷ്ട താല്പര്യങ്ങൾ ഉള്ളതുപോലെ കോഫ്മാനുള്ള താല്പര്യം സംഗീതത്തിനോടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ താമസിച്ച കാലത്ത്, എക്സൈലിൽ, ഒളിവിൽ ഇന്ത്യയിൽ താമസിച്ച കാലത്ത് ശിവരഞ്ജിനി രാഗത്തിൽ അയാൾ ഒരു ഈണം ചിട്ടപ്പെടുത്തി. ആ ഈണമാണ്, ആ സംഗീതമാണ് ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർക്ക്
ഏറ്റവും കൂടുതൽ പരിചിതമായ ആകാശവാണിയുടെ ഓൾ ഇന്ത്യ റേഡിയോയുടെ തീം മ്യൂസിക് എന്ന് പറയുന്നത്. ഇതിപ്പോൾ സർഗക്ഷേത്രയുടെ ഒരു സ്വതന്ത്ര മാധ്യമ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് റീമയടക്കമുള്ള ഈ ശ്രവ്യമാധ്യമത്തിൽ പ്രവർത്തിക്കുന്നവരെ ഓർമ്മിപ്പിക്കാനുള്ളത് ഓരോ നാടിനും ആ നാടിൻ്റേതായ വഴക്കങ്ങൾ, ഭാഷകൾ, പാട്ടുകൾ, ഗാനങ്ങൾ, പറച്ചിലുകൾ ഒക്കെ ഉണ്ട്, നാടകങ്ങൾ. അത് വല്ലാതെ കണ്ട് നഷ്ടമാകുന്ന ഒരവസ്ഥ ഇന്ന് ലോകത്തിലുണ്ട്, ഭാരതത്തിലുണ്ട്. ഓൾ ഇന്ത്യ റേഡിയോ, ഓൾ ഹിന്ദി റേഡിയോ ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അല്ലേ? അപ്പോൾ ഒരു ഏകാധിപതിയിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ കോഫ്മാൻ്റെ സംഗീതത്തിലൂടെ രൂപം കൊണ്ട ഓൾ ഇന്ത്യ റേഡിയോ ഇന്ന് അതിൻ്റെ പ്രാദേശിക വഴക്കങ്ങളെല്ലാം നഷ്ടമാകുന്ന അവസ്ഥയിലാണ്. അപ്പോൾ നന്നായി സംസാരിക്കുന്ന, നന്നായി ഭാഷയെ സ്നേഹിക്കുന്ന നിങ്ങളെപ്പോലുള്ള ശ്രവ്യ മാധ്യമ പ്രവർത്തകരൊക്കെ ഒരുമിച്ച് നിന്ന് അതിനു വേണ്ടി ചിന്തിക്കേണ്ട സമയം. തീർച്ചയായിട്ടും. സാർ ഇപ്പോൾ സംഗീതത്തെ പറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനോട് ചേർത്തൊന്ന് ചോദിക്കുകയാണ്. സാർ എല്ലായിടത്തും പറയുന്നത് കേട്ടിട്ടുണ്ട്, താളമില്ലായ്മയാണ് എൻ്റെ ജീവിതത്തിൻ്റെ താളം എന്ന്. ഇപ്പോൾ സാക്ഷാൽ ONV എഴുതിയിട്ടുണ്ട്, താളം അയഞ്ഞു ഗാനം അപൂർണം എന്നുള്ളത്. അപ്പോൾ താളമില്ലാത്തതെന്തും അല്ലെങ്കിൽ താളം അയഞ്ഞു കിടക്കുന്നതെന്തും അപൂർണമാണെന്ന് പറയുന്ന ഒരു വലിയ പക്ഷമുണ്ട്. അപ്പോൾ ഇതിനോടുള്ള സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? My take is that the difference between reality and artificiality. റിയാലിറ്റി അപൂർണവും ആർട്ടിഫിഷ്യാലിറ്റി പൂർണ്ണവുമാണ്. നിങ്ങൾ വരയ്ക്കുന്ന വാട്ടർ കളറിലാകട്ടെ, ഏത് ചിത്രരൂപ സംഗീതത്തിലുമാകട്ടെ, നിങ്ങൾ വരയ്ക്കുന്ന ഒരു പൂവ് പലപ്പോഴും പൂർണ്ണമായിരിക്കും. നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന പൂവിന് ഒരു അപൂർണതയുണ്ടാകും അല്ലേ? നിങ്ങൾ വരയ്ക്കുന്ന പൂവിന് കടപ്പാട് നിറത്തിനോടാണ്. നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന പൂവിൻ്റെ കടപ്പാട് ആർക്കും കാണാൻ കഴിയാതെ മണ്ണിനടിയിൽ നിന്ന് അതിന് ഊർജം പകർന്നു കൊടുക്കുന്ന ഏതോ ദ്രവിച്ചുപോയ ഒരു വേരിനോടാണ്. അപ്പോൾ നമ്മളുടെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അത് ഇൻകംപ്ലീറ്റ് ആണ്. അത് തന്നെയാണ്. ദാറ്റ്സ് മൈ ടേക്ക്. ഓക്കെ, യെസ്. ആൻഡ് സാറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരുപാട് അറിവുള്ള ഒരാളാണ്. അപ്പോൾ സാറ് അഭിപ്രായം എനിക്ക് എന്നെ കുറിച്ചില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് അറിയിച്ചു തരുന്ന ഒരുപാട് ഷോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയധികം അറിവുള്ള ഒരാളെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന ഇന്റർവ്യൂകളുടെ എണ്ണം താരതമ്യേന കുറവാണ് കണ്ടിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണ്? ഇത്രയും അറിവുള്ള ഒരാളെ ഇന്റർവ്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ ലോകത്തെല്ലാത്തിനെ കുറിച്ചും അറിഞ്ഞിരിക്കണം എന്ന പേടി ഉള്ളത് കൊണ്ടാണോ, അതോ സാറിന്റെ ചോയ്സ് ആണോ കുറച്ച് ഇന്റർവ്യൂസ് മതി എന്നുള്ളത്? മറ്റ് ഭാഷകളിൽ എന്നെക്കുറിച്ചുള്ള ഇൻ്റർവ്യൂകളൊക്കെ ഒരുപാടുണ്ട്. കേരളത്തിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ചോദ്യവും ഉത്തരവുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. റേഡിയോ കാലം മുതൽ തുടങ്ങിയതാണ്. 2000 അശ്വമേധം ആരംഭിച്ച കാലം മുതൽ ആദ്യത്തെ ആ ഒരു 2-3 വർഷക്കാലം എന്നെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം കൊണ്ടുള്ള ഇൻ്റർവ്യൂകൾ ഉണ്ടായിരുന്നു. പക്ഷെ 2003-02 കൂടിയൊക്കെ കേരള സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയും ഒക്കെ ചെയ്തതുകൊണ്ടാകാം അങ്ങനെ ഒരു ഇൻ്റർവ്യൂകളുടെ ആധിക്യത്തിൻ്റെ ആവശ്യമില്ല. 2, നിങ്ങൾ ചോദിച്ച് അറിയേണ്ട നിഗൂഢതകളുള്ളവരോടായിരിക്കും കൂടുതൽ ഇൻ്റർവ്യൂകൾ ഉണ്ടാവുക. എൻ്റെ കാഴ്ചപ്പാടുകൾ പോലെ തന്നെ മൈ ലൈഫ് ഈസ് ഓൾവേസ് എൻ ഓപ്പൺ ബുക്ക്. പ്രത്യേകിച്ചൊന്നും മറച്ചു പിടിക്കാനുള്ളത് കൊണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ അപ്സ് ആൻഡ് ഡൗൺസ്, എൻ്റെ ജീവിതത്തിലെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്, എൻ്റെ ജീവിതത്തിലെ വീഴ്ചകൾ, വാഴ്ചകൾ, ഇതെല്ലാം തന്നെ പരസ്യമായി തുറന്നു പറയുന്ന ഒരാളായതുകൊണ്ടാകാം അത്ര കണ്ട് നിഗൂഢമായ ഒന്നും എന്നിൽ നിന്ന് അറിയാനില്ലല്ലോ. മാത്രമല്ല ഞങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകൾ അല്ലെങ്കിൽ ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന വ്യക്തികളെയൊക്കെ കണ്ടുപിടിക്കുന്നതിനാണ് അശ്വമേധം നടത്തുന്ന സാറിന് താല്പര്യവും അല്ലേ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അതൊരു നിഗൂഢതയെ കണ്ടുപിടിക്കുന്നല്ലോ. അശ്വമേധം സത്യത്തിൽ ഒരു മാനവിക പ്രവർത്തനമല്ലേ? റീമ മനസ്സിൽ വിചാരിക്കുന്ന ഒരാളിനെ കുറിച്ച് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടെത്തുമ്പോൾ ആ കണ്ടെത്തുന്ന ആ നിമിഷത്തിൽ റീമയുടെ മനസ്സിലും എൻ്റെ മനസ്സിലും ഒരൊറ്റ വാക്ക്, ഒരൊറ്റ പേര്, ഒരൊറ്റ ചിന്ത എന്നാവുന്നു അല്ലേ? അല്ലേ? അതെ, തീർച്ചയായിട്ടും. വ്ളാഡിമിർ പുടിനും സെലൻസ്കിയും തമ്മിൽ അശ്വമേധം കളിക്കുകയും വ്ളാഡിമിർ പുടിനോ സെലൻസ്കിയോ മറ്റൊരാളുടെ മനസ്സിലുള്ളത് കണ്ടുപിടിക്കുകയും ചെയ്യുന്ന ആ മുഹൂർത്തത്തിൽ ആ രണ്ടുപേരുടെയും മനസ്സ് ഒരേ ബിന്ദുവിൽ ഒരുമിച്ചാകുന്ന ഒരു നിമിഷം പോലെ യുദ്ധം പോലെ അവസാനിക്കാൻ. മനുഷ്യരുടെ മനസ്സുകൾ പലപ്പോഴും ഒരേ ബിന്ദുവിൽ ഒരുമിച്ച് ചേരാത്തതല്ലേ ആശയ സങ്കീർണതകളുടെ കാരണവും. സാർ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യമാണ് സാറ് ചെറിയ ഇടവേളകൾക്കൊക്കെ ശേഷം അടുത്തൊരു പദ്ധതിയുമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റായിട്ടൊക്കെ നമ്മുടെ മുന്നിൽ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുന്ന ഒരാളാണ്. അപ്പോൾ ഇനി ഞങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കേണ്ടത്? എന്തിനുള്ള അണിയറ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? ഇറ്റ് വിൽ ബി സംതിങ് ന്യൂ. എന്നാൽ മൗലികമായ അടിത്തറയെ, മൗലികമായ യുണീക്കായ
എബിലിറ്റികളെ സാക്രിഫൈസ് ചെയ്യാതെ തന്നെ ആ പശ്ചാത്തലത്തിൽ ആ ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ട് പുതുമയാർന്ന മറ്റൊരു വൈജ്ഞാനിക വിനോദം ആകാം ചിലപ്പോൾ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും വെയിറ്റിംഗ് തന്നെയാണ് ആ ഒരു വൈജ്ഞാനിക വിനോദത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഞങ്ങൾ കട്ടയ്ക്ക് കൂടെ തന്നെ ഉണ്ടായിരിക്കും സാറിനോടൊപ്പം. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, അതുകൂടി പറഞ്ഞാൽ ഞാൻ നിർത്താം. വിഷമം തോന്നും അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ. ഞാൻ വളരെ തുറന്ന് സംസാരിക്കുന്ന ഒരാളായതുകൊണ്ടാണ്. പറഞ്ഞോട്ടെ? ഒന്നും മനസ്സിൽ പ്രയാസം ഉണ്ടാവില്ലല്ലോ? പ്രോമിസ്? പറയാനുള്ള കാര്യം ഇതാണ്, വഴികളിലെ ഓരോ പുതിയ വെട്ടുകല്ലുകളും ചരിത്രം അടയാളപ്പെടുത്തുന്നതാണ്. കേൾവിയുടെ വഴിയിൽ അടയാളപ്പെടുത്തുന്ന ഒരു പുതിയ രത്നക്കല്ലാണിത്. 89.6 89.6 FM. കാതോരം കരുതലോടെ കാലത്തിനൊപ്പം. സർഗക്ഷേത്രയുടെ ശ്രോതാക്കൾക്ക് സ്നേഹം, സന്തോഷം. താങ്ക് യു സോ മച്ച്. 89.6 FM